നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് എത്രമാത്രം ചാരപ്രവർത്തനം അല്ലെങ്കിൽ ചാരപ്രവർത്തനം നടത്താനുള്ള ഒരു വിശാല നെറ്റ്വർക്ക് പാകിസ്ഥാൻ്റേതായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കിയത്. കാരണം നിരവധി ഇത്തരത്തിലുള്ള ചാരന്മാരുടെ നെറ്റ്വർക്കുകളെ പിടികൂടാനും ചാരന്മാരെ അകത്താക്കാനും ഒക്കെ ഇന്ത്യക്ക് അതിനുശേഷം സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തേക്ക് ഈ യുദ്ധസമയത്താണ് ഏറ്റവും കൂടുതൽ വിവരം പാകിസ്ഥാന് വേണ്ടി വരിക. എവിടെയാണ് ഇന്ത്യയുടെ സൈന്യം നീങ്ങുന്നത്, ഏത് ഭാഗത്തേക്കാണ് ആക്രമണം നടത്താനാണ് സാധ്യത, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്തു പറയുന്നു, എന്തൊക്കെയാണ് അവിടുത്തെ ചർച്ചാ വിഷയം എന്നൊക്കെ ശത്രു രാജ്യത്തിന് അറിയാനുള്ള സാഹചര്യമുണ്ട്. എങ്ങോട്ടാണ് യാത്രാവിമാനങ്ങൾ തിരിച്ചുവിടുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളോടാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് മോക്ക് ഡ്രില്ല് നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ അറിയാൻ ശ്രമിച്ചു. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ഇടയിലുള്ള സമയത്ത് പാകിസ്ഥാൻ ഒരു ആശങ്കയുടെ മുൾമുനയിലായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യ ഏത് രീതിയിൽ ആക്രമിക്കും, എങ്ങനെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയം അവർക്കിടയിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ തേടിയ വിവരങ്ങളാണ് പാകിസ്ഥാൻ്റെ ചാരസംഘത്തെ ഇന്ത്യയിൽ പിടിയിലാക്കിയത് എന്ന് വേണം സംശയിക്കാൻ. ഇതിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി ചാരന്മാരും അതുപോലെ തന്നെ ചാര വനിതകളുമെല്ലാം പിടിയിലായിട്ടുണ്ട്. നിരവധി യൂട്യൂബർമാരടക്കമുള്ളവർ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ പലരും നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിയിട്ടുണ്ട് എന്ന് പിന്നീട് നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മറ്റൊരു വനിത കൂടി ദില്ലിയിൽ നിന്നും അറസ്റ്റിലാവുകയാണ്. ഇവർ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഈ ചാരവനിതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഇവരെ പിടികൂടുന്നത് ഒരു എംബസി ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ യാത്ര ചെയ്യുമ്പോഴാണ്. ഈ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് വൈകുന്നേരം 3 മണിയോടുകൂടി ഇവരെ പിടികൂടുന്നത്. ഇവർ സഞ്ചരിച്ച കാറുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശത്തിൻ്റെ രേഖകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിനുശേഷമാണ് ഈ കാറ് താനൊരു വിദേശ രാജ്യത്തിൻ്റെ എംബസിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിനുശേഷം തൻ്റെ പേരിലേക്ക് അത് മാറ്റിയില്ല. മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ എംബസിയുടെ വ്യാജ നമ്പർ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ദില്ലിയിലുടനീളം യാത്ര ചെയ്യുകയായിരുന്നു. ചെക്കിംഗ് ഒന്നുമില്ലാതെ ഇവരിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. ഇവർ പാകിസ്ഥാൻ്റെയും മറ്റു പല രാജ്യങ്ങളുടെയും എംബസികൾ സന്ദർശിച്ചിട്ടുണ്ട്. നിരന്തരം ഇവർ വിവരങ്ങൾ കൈമാറുന്നു. നിരന്തരം ദില്ലിയുടെ നിർണായകമായ പല സ്ഥലങ്ങളിലൂടെയും ഇവർ ഈ വ്യാജ എംബസി ബോർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് ഈ ഒരു ഇന്നോവ കാർ അത് വിറ്റത് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ എംബസിയാണ്. എന്നാൽ ഇവർ ആ പേര് നീക്കം ചെയ്യാത്തത്, ഇവരുടെ പേരിലേക്ക് അത് മാറ്റാത്തതിനെ തുടർന്ന് എംബസി കേസ് കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നമ്പർ പ്ലേറ്റ് അടക്കം മാറ്റിയതിന് ശേഷം രഹസ്യ യാത്ര നടത്തുന്നത്. എന്തായാലും വ്യാജ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇവർ യാത്ര ചെയ്തിരുന്നു. 2023-24 കാലഘട്ടത്തിൽ 1 വർഷത്തോളം ഇവർ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ എംബസിയിൽ ജോലി ചെയ്തിരുന്നു എന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ മേഘാലയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥയായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ദുരൂഹ വനിത, ഇവരുടെ പേര് അസിമ ബീഗം എന്നാണ്. ഇവർ അസമിൻ സ്വദേശിയാണ്, അസമിൽ നിന്നുള്ളയാളാണ്. ഇവരാണ് ദില്ലിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി താമസിക്കുന്നതും രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ എംബസികൾ പ്രവർത്തിക്കുന്നതും ദുരൂഹമായി യാത്ര ചെയ്യുന്നതും. ഏറ്റവും ഒടുവിലായി ഇവർ സഞ്ചരിച്ച കാറും അതുപോലെ തന്നെ കാറിൽ ഉപയോഗിച്ചിട്ടുള്ള എംബസിയുടെ നമ്പർ ബോർഡും ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ചാരപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുകയുമാണ്. അത് റിപ്പബ്ലിക് ദിനത്തിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇവരെ പിടികൂടുന്നത്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും മിഷൻ ഉണ്ടായിരുന്നോ, രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മിഷൻ ഉണ്ടായിരുന്നോ എന്ന കാര്യവും ഇപ്പോൾ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.